നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. രാപ്പകൽ ഭേദമില്ലാതെ പാക്കേജിനായി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കുട്ടനാട് പാക്കേജ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. അയൽക്കൂട്ട കോർഡിനേറ്റർ അഴിമതിക്കാരനെന്ന് CDS ചെയർപേഴ്സൺമാർ. ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി അഡ്വക്കേറ്റ് CS സുജാത. മദ്യനയത്തിലും വിവേചനം. മദ്യനയത്തിൽ സവർണ അവർണ മനോഭാവമാണ് സർക്കാരിനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. വിശുദ്ധമായ തെണ്ടൽ. കരൾ വൃക്കരോഗികൾക്കായി പണം സമാഹരിക്കുന്നത് വിശുദ്ധ തെണ്ടലാണെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജ് കുളമാക്കിയതിന്റെ പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതി കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിക്കാതിരിക്കുകയോ പുരോഗതി വിലയിരുത്താതിരിക്കുകയോ ചെയ്തതാണ് പാക്കേജ് തകരാൻ കാരണമായതെന്ന് കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് EP ജയരാജൻ MLA. കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് ഉതകുമായിരുന്ന പദ്ധതി തുരങ്കം വെച്ചതിൽ പ്രധാനികൾ മുഖ്യമന്ത്രിയും UDF സർക്കാരുമാണ്. 12ഓളം ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനമില്ലായ്മയും ഇതിന് കാരണമായി. നടപ്പാക്കേണ്ട എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും ഒരാൾ തെക്കോട്ട് പോകുമ്പോൾ മറ്റൊരാൾ വടക്കോട്ടും വേറൊരാൾ വിമാനത്തിൽ വിദേശത്തേക്കും പോകുന്ന രീതിയിലാണ് പാക്കേജിന്റെ നിർവഹണം നടന്നത് എന്നും EP ജയരാജൻ പറഞ്ഞു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്കൊമ്പ് കുട്ടനാട് പാക്കേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാമിനാഥൻ തന്നെ ഇത് തെറ്റായ നിലയിലാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് തിരുത്താൻ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചു. ഒരു നിലപാട് സ്വീകരിച്ചില്ല. ഇതിന്റെ ഫലം കുട്ടനാടിന്റെ സമഗ്ര വികസനത്തെ ഈ കേരളത്തിലെ UDF ഗവൺമെന്റ് തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടനാടിനെ തകർക്കുന്നതിന് സമം മാത്രമല്ല, കേരളത്തെ നശിപ്പിക്കുന്നതിന് സമമാണ്. കേരളത്തിന്റെ അരിഭക്ഷണത്തിന്റെ കേന്ദ്രമാണ് കുട്ടനാട്. ഇത് കേരളത്തിന്റെ മാത്രം ആവാസ വ്യവസ്ഥയല്ല, ലോകത്തിന്റെ മുഴുവൻ ആവാസ വ്യവസ്ഥയാണ്. അതിനെല്ലാം തകർത്തുകൊണ്ട് സമഗ്ര പുരോഗതിയെ തുരങ്കം വെച്ച് ഉള്ള പണം പോലും ഉപയോഗിക്കാതെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ 10-12 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിന്റെ ഒന്നൊരു കോർഡിനേഷൻ ഉണ്ടാകാതെ ഒരാൾ തെക്കോട്ട് പോകും, വേറെ എഞ്ചിനീയർ വടക്കോട്ട് പോകും, ഒരാൾ വിദേശത്ത് പോകും, ഒരാൾ വിമാനത്തിൽ തന്നെ ഇരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ പദ്ധതി. അതുകൊണ്ട് തന്നെ എവിടെയും എത്തിയില്ല. ഇതിന്റെ ഫലം ഈ കുട്ടനാടിന്റെ തകർച്ച, കൃഷിക്കാരുടെ തകർച്ച, കേരളത്തിന്റെ തകർച്ച, പട്ടിണി, ദാരിദ്ര്യം, വികസന മുരടിപ്പ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതാണ് ഇതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ളത്. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി നീട്ടുക, പാക്കേജിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10-ന് ആരംഭിച്ച സമരം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് സമാപിക്കും. കർഷക സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാരൻ തമ്പി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് CS സുജാത, ജലജ ചന്ദ്രൻ, KK അശോകൻ, KH ബാബുജാൻ, K പ്രകാശൻ, PV രാമഭദ്രൻ, G വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ആരോപണ വിധേയനായ ആലപ്പുഴ CDS ജില്ലാ മിഷൻ കോർഡിനേറ്ററെ മാറ്റണമെന്നാവശ്യപ്പെട്ട് CDS ചെയർപേഴ്സൺമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ രംഗത്ത്. രാഷ്ട്രീയത്തിന്റെ തണലിലാണ് അഴിമതിക്കാരനായ കോർഡിനേറ്റർ മോഹ്സിൻ കോയയെ തലസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നുവെന്ന് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത പറഞ്ഞു. ആരോപണ വിധേയനായ കോർഡിനേറ്ററെ തലസ്ഥാനത്തു നിന്ന് നീക്കുകയോ സ്വയം പിരിഞ്ഞു പോകാൻ തയ്യാറാകുകയോ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട എന്നുണ്ട്. അഴിമതിക്കാരനായ ഒരാൾ ഞങ്ങളുടെ ചുമതലക്കാരനായി വരണ്ട. കാരണം പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമാണിത്. അപ്പൊ പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനത്തില് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന, അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന, അപമര്യാദയായ സ്ത്രീകളോട് പെരുമാറുന്ന ഒരാൾ തുടരാൻ പാടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്നാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ശക്തമായിട്ടുള്ള സമരത്തിനാണ് കുടുംബശ്രീ പ്രവർത്തകർ ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹിളാ പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. സ്ത്രീകൾ നടത്തുന്ന എല്ലാ പോരാട്ടത്തിനും ഞങ്ങളുടെ പിന്തുണയുണ്ട്. യഥാർത്ഥ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ രൂപീകരണത്തിനടക്കം ഏറ്റവും വലിയ പങ്കുവച്ച പ്രസ്ഥാനമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഈ സമരത്തിനും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങളിവിടെ വാഗ്ദാനം ചെയ്യുന്നു. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരം, ഇതിനകത്ത് രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും കുടുംബശ്രീ പ്രസ്ഥാനത്തിന് പ്രവർത്തകരായി നിൽക്കുന്നു. സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ രാജ്യത്ത് വരുമ്പോൾ അതിനെ ആസൂത്രിതമായി തകർക്കാനുള്ള ഒരു ശ്രമത്തിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് അകമടിഞ്ഞ് പിന്തുണയ്ക്കുവാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തയ്യാറായിട്ടുള്ളത്. എല്ലാ അഭിവാദ്യവും സമരത്തിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജലജ ചന്ദ്രൻ, കെ ജയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. UDF സർക്കാർ വിവേചനപരമായാണ് പെരുമാറുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. ജനാധിപത്യ വ്യവസ്ഥിതിയോടെ സംസ്ഥാന സർക്കാരിന് യാതൊരു ആദരവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യരംഗത്ത് സവർണാവർണ മനോഭാവമാണ് സർക്കാരിനുള്ളതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ചെത്തുതൊഴിലാളി യൂണിയൻ AATUC ആലപ്പുഴയിൽ സംഘടിപ്പിച്ച കള്ളുചെത്ത് വ്യവസായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലൊരു അസംബ്ലിയുണ്ട്. അസംബ്ലിയിൽ ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കും. ബഡ്ജറ്റ് കാലത്താണ് നമ്മുടെ നാട്ടിൽ എല്ലാവിധത്തിലുള്ള നികുതി നിർദ്ദേശങ്ങളും വരാറ് പതിവ്. കഴിഞ്ഞ ബഡ്ജറ്റ് കാലത്ത് നമ്മുടെ നാട്ടിൽ 1700 കോടി രൂപയുടെ നികുതി നിർദ്ദേശം വന്നു. അത് കഴിഞ്ഞ് അഡീഷണലായി 1300 വേറെ വന്നു. ഇപ്പോഴോ 3300 കോടി രൂപയുടെ പുതിയത് വന്നിരിക്കുന്നു. അതിനർത്ഥം എന്താ? സർക്കാരിന് ജനാധിപത്യ വ്യവസ്ഥിതിയോട് ഒരു ആദരവുമില്ല. സർക്കാർ സ്വേച്ഛാധിപത്യപരമായി നീങ്ങുന്നു. അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഞങ്ങൾ തീരുമാനമെടുത്താൽ ആരെതിർത്താലും നടപ്പിൽ വരുത്തും. അസംബ്ലി വിളിക്കേണ്ട കാര്യമില്ല. ബജറ്റ് നിർദ്ദേശങ്ങളുടെ കൂടെ വരേണ്ട കാര്യമില്ല. ഓർഡിനൻസ് നടപ്പിൽ വരുത്തും. എന്താണ് അർത്ഥം? അധികാരത്തിന്റെ മത്ത് പിടിച്ച് കാണിക്കുന്ന അഹങ്കാര വാക്കുകളാണോ? കള്ളിയത്ത് വ്യവസായത്തെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തണമെന്ന് കൺവെൻഷനിൽ വ്യവസായ സംരക്ഷണ നയപ്രഖ്യാപനം നടത്തിയ AATUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ചെത്തുതൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP രാജേന്ദ്രൻ അധ്യക്ഷനായി. P തിലോത്തമൻ MLA, TN പരമേശ്വരൻ, കമലാ സദാനന്ദൻ, TJ ആഞ്ചലോസ്, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ക കരൾ രോഗികൾക്കായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 4,55 ലക്ഷം രൂപ സമാഹരിച്ച് പ്രത്യാശ മുഖേന വിതരണം ചെയ്തെന്ന് ചങ്ങനാശ്ശേരി പ്രത്യാശ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അറിയിച്ചു. ചമകുളം ജീവൻ രക്ഷാ സമിതിയുടെ പൊതുധനസമാഹരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. മാറാരോഗങ്ങൾ വരുന്നവർക്കായി നാം ഓരോരുത്തരും തെണ്ടി പണം സ്വരൂപിക്കണം. ഈ തണ്ടൽ വിശുദ്ധമായ കർമ്മമാണ്. കരൾ വൃക്കരോഗം ബാധിച്ച ഒരാളെ രക്ഷിക്കുമ്പോൾ അതുവഴി ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ മാമ്പഴക്കരിയില് 1500 വീടുകൾ ബക്കറ്റുമായി തണ്ടാൻ പോണം. ഇതിന് തണ്ടൽ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ഗമയിലിരിക്കേണ്ട, തണ്ടാൻ പോവുക. തെണ്ടികളാണ് നമ്മൾ, തണ്ടാൻ പോവുകയാണ് നമ്മൾ. അതിന് പറയുന്നത് വിശുദ്ധമായ തണ്ടലെന്നാണ്. ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾ തെണ്ടിയിരുന്നത്. നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹവും ഒരു ദൈവവും നമുക്ക് തരില്ല. സ്വന്തം കാര്യം ചിന്താവ, ഒരു ദൈവത്തിനും പ്രവർത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ തിരിച്ചു പിടിക്കുവാൻ ഇറങ്ങുമ്പോൾ അതിന് പറയുന്ന പേരാണ് വിശുദ്ധമായ തണ്ടൽ. നിങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ. നമുക്ക് അഭിമാനമൊന്നും നോക്കേണ്ട, നമ്മൾ തണ്ടാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും മാത്രമുള്ള സ്ഥലമാണ് മാമ്പഴക്കരി. നമ്മുടെ കുട്ടനാട്ടില്. ഞാൻ കുട്ടനാട്ടുകാരനാ, പള്ളിക്കുട്ടമക്കാരനാ. എനിക്ക് ആ സ്ഥലം നല്ലതുപോലെ അറിയാം. അവിടെ അവരൊരു ഞായറാഴ്ച 600 പേര് ബക്കറ്റുമായി 1500 വീടുകൾ കയറി. അവരോട് പറഞ്ഞത് 25 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ ഒപ്പിക്കാമോ എന്ന. ബാക്കി 20 വച്ച ദൈവം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ 600 പേര് 1500 വീടുകൾ കയറി. ഒരു ഞായറാഴ്ച രാവിലെ 9 മുതൽ 2 മണി വരെ 5 മണിക്കൂർ എന്നാണ് നമ്മൾ പറയുന്നത്. 5 മണിക്കൂറിന്റെ അത്ഭുതമെന്നാണ് നമ്മൾ പറയുന്നത്. അവര് തിരിച്ചു വന്നപ്പോൾ 5 ലക്ഷമല്ല 10 ലക്ഷത്തിൽ പരം രൂപയാണ് കിട്ടിയത്. പ്രത്യാശയുടെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാനിധി സ്വീകരിക്കുവാൻ ഓരോ കുടുംബത്തിലും എത്തിയപ്പോൾ അവർക്ക് ആവും വിധം പണം നൽകി സഹായിച്ചിട്ടുണ്ടെന്നും ഫാദർ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി, K കവിരാജൻ കൊല്ലംപറമ്പിൽ, ടോണി പുളിക്കൽ, ജോപ്പൻ ജോയി വാരിക്കാട് എന്നിവർ സംസാരിച്ചു. അതിജീവനത്തിന്റെ പുതുനാമ്പുകൾ കതിരിടുന്നു. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച വിത്തിനങ്ങളെ കണ്ടെത്തിയതായി മങ്കൊമ്പ് നെല്ലുഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ S ലീനാകുമാരി പറഞ്ഞു.
വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് വിത്തനങ്ങൾ കുട്ടനാടൻ പരിസ്ഥിതിക്ക് അനുയോജ്യമായി വികസിപ്പിക്കുക എന്നതാണ് അടുത്ത പടി. 12 ദിവസത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടും നശിക്കാത്ത നെൽവിത്തനങ്ങളിൽ പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന വിത്തനങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാന ദൗത്യമെന്നും ഡോക്ടർ ലീന കുമാരി പറഞ്ഞു. ഇത്തവണ ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ ഞങ്ങളുടെ പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുക്കുവാനും ആ വെള്ളം വരുന്ന ഇതിൽ തന്നെ ചെടിക്ക് ആഘാതം കുറയ്ക്കാൻ നമ്മൾ ചെയ്ത ശ്രമങ്ങളും വളരെ ഫലപ്രദമായി ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ദോഷം കൂടാതെ ക്രോപ്പിനെ സേവ് ചെയ്യാൻ സാധിച്ചു, രക്ഷിക്കാൻ സാധിച്ചു. നമ്മുടെ ഈ പരീക്ഷണപ്പാടം 12 ദിവസത്തോളം വെള്ളത്തിനടിയിലായിരുന്നെങ്കിലും നമുക്ക് അതിൽ നിന്നും ഒരു നല്ല ക്രോപ്പ് രക്ഷിച്ചെടുക്കാൻ സാധിച്ചത് ഞങ്ങൾക്കൊരു വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൽ ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള പല ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏത് സ്റ്റേജാണ് ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ ആയിട്ടുള്ളത്, ഏത് സ്റ്റേജിലൊക്കെയാണ് ക്രോപ്പ് ഏറ്റവും നന്നായിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത ക്രോപ്പിനെ ഏത് തരത്തിൽ സംരക്ഷിക്കണം എന്നുള്ളതും ഇതിൽ നമ്മളിപ്പോൾ വികസിപ്പിച്ചെടുക്കുന്ന പല ഇനങ്ങളും ഈ വെള്ളപ്പൊക്കത്തിനെ അതിജീവിക്കാൻ കഴിവുള്ള ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും അതിജീവിക്കാൻ കഴിവുള്ള ഇനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കൾച്ചറുകൾ കൂടുതൽ നിരീക്ഷണത്തിനായിട്ട് നമ്മളിപ്പോൾ ലാബിലും പാടത്ത് തന്നെ നട്ട് നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ഏത് സ്റ്റേജിനും അതിജീവിക്കാൻ സാധിക്കുന്ന ഇനങ്ങൾ രൂപപ്പെടുത്തിയെടുത്താൽ കുട്ടനാട്ടിൽ ഇനിയുള്ള കാലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായാൽ അത് ഒരു ഭീഷണിയാകാതെ തന്നെ കർഷകർക്ക് കൃഷി ചെയ്യാൻ തക്കവണ്ണം ഉള്ള ഇനങ്ങൾ രൂപപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ. വെള്ളപ്പൊക്കത്തിലും നശിക്കാതിരുന്ന മങ്കൊമ്പ് നെല്ലുഗവേഷണ കേന്ദ്രത്തിലെ നെൽച്ചെടികൾ കതിരിട്ടു തുടങ്ങി. 13 ഏക്കറിലെ നെൽകൃഷിയും 5 ഏക്കറോളം സ്ഥലത്തെ പച്ചക്കറി, കുരുമുളക്, കപ്പ, വാഴ തുടങ്ങിയ പരീക്ഷണ കൃഷികളും കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയിരുന്നു. വിവിധ ഇനങ്ങളിലുള്ള വിത്തുകൾ വിവിധ സമയങ്ങളിലായി പരീക്ഷണ പാടത്ത് വിതച്ചിരുന്നു. ചെടി വളർന്നും 20-40 ദിവസം പ്രായമായപ്പോഴായിരുന്നു വെള്ളപ്പൊക്കമുണ്ടായിരുന്നത്. ജലനിരപ്പ് താഴ്ന്നപ്പോൾ പമ്പിംഗ് നടത്തി വെള്ളം വറ്റിച്ചു. നെൽച്ചെടികൾ ഒരാഴ്ചയ്ക്ക് മുകളിൽ പൂർണ്ണമായി വെള്ളത്തിനടിയിലായിരുന്നെങ്കിലും യാതൊരു ദോഷവും സംഭവിച്ചില്ല. വെള്ളം വറ്റിച്ച് മികച്ച പരിചരണം കൊടുത്തതിനാൽ നെൽച്ചെടികൾ കരുത്താർജിച്ചു. എന്നാൽ കേവലം 13 ഏക്കർ മാത്രം വരുന്ന പാടശേഖരത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്തുവാനുള്ള യാതൊരു നടപടിയും കൈക്കൊള്ളുവാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും ഗവേഷണ കേന്ദ്ര മേധാവി KCV വാർത്തകളോട് പറഞ്ഞു. മങ്കൊമ്പ് കോട്ടഭാഗം NSS കരയോഗത്തിന്റെ വിദ്യാഭ്യാസ എൻഡോമെന്റ് സ്കോളർഷിപ്പ് ധനസഹായ വിതരണം നടന്നു. ഞായറാഴ്ച രാവിലെ 10-ന് സമൂഹം ഹാളിൽ നടന്ന യോഗം പ്രശസ്ത ഗാനരചയിതാവ് BR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK ദാമോദരൻ നായർ അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് R ബാലകൃഷ്ണൻ നായർ എൻഡോമെന്റ് വിതരണം ചെയ്തു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കണ്ണങ്കരി അമ്പലം തോടിനു കുറുകെ മുട്ടിട്ടു. ഒഴുക്ക് നിലച്ച തോടിന് ഇരുകരകളിലുമായി താമസിക്കുന്ന 150ഓളം കുടുംബാംഗങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. സമീപത്തെ 2 പാടശേഖരങ്ങളിലെ കൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാസങ്ങൾക്ക് മുമ്പ് അമ്പലം തോടിന് മുട്ടിട്ടത്. ഇതിനെ തുടർന്ന് ഒഴുക്കില്ലാതെ കിടക്കുന്ന വെള്ളം ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. അമ്പലം തോടിന്റെ ഇരുകരകളിലുമായി താമസിക്കുന്ന കുടുംബങ്ങളുടെ ഏക ആശ്രയം ഈ ജലാശയമായിരുന്നു. തോട്ടിൽ പൂർണ്ണമായും പോള തിങ്ങി നിറഞ്ഞതിനെ തുടർന്ന് കൊതുകുകളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ ഉന്തമ്മേലി പാടശേഖരത്തിന്റെയും പാടശേഖരത്തിന്റെയും നടക്കുന്ന 2 കരകളിൽ കിടക്കുന്ന ഏതാണ്ട് 150 വീട്ടുകാർക്ക് ഈ പാടശേഖരത്തിന് തോടുന്ന അതിനിവിടെ സാമുദായിക കമ്മീഷനിലെ പാക്കേജ് ഉണ്ടെന്ന് പറയുന്നൊന്നും അല്ലാതെ ഒരു സംവിധാനം ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനും ഈ പാടശേഖരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ തോടിന്റെ അങ്ങേയറ്റം ഇങ്ങേറ്റം പാടശേഖര സമിതി മുട്ടിട്ടുണ്ടായിട്ട് വന്നു. മുട്ടിട്ടാണ് ഈ പാടശേഖരം സംരക്ഷിച്ചത്. പക്ഷെ മുട്ടിട്ട് സംരക്ഷിയെങ്കിൽ തന്നെയും ഈ തോട്ടിൽ ഇന്നും പോള പിടിച്ച് വളരെ വികൃതമായി വെള്ളം കിടക്കുക. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ പാടശേഖരം കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത സംവിധാനമാണത്. പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ ഈ പാടശേഖരത്തിൽ ഈ പാക്കേജിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല ഇന്നുവരെ. അത് അടിയന്തരമായി അത് നടത്തണം. ഈ തോട് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ശുദ്ധജലം ഉണ്ടാകുന്ന സംവിധാനം ഉണ്ടാകണം. കണ്ടങ്കരി ക്ഷേത്രത്തിന് സമീപം പമ്പ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും 3 മാസമായിട്ട് ഇവിടെ വെള്ളം എത്തിയിട്ടില്ല. ഇതിനു കാരണം വകുപ്പിന്റെ അനാസ്ഥ തന്നെ. എന്തൊക്കെയായാലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കഴിയുന്ന കുട്ടനാട്ടുകാർക്ക് സ്വകാര്യ കുടിവെള്ള കമ്പനികൾ തന്നെയാണ് ശരണം. ആലപ്പുഴ റവന്യൂ ജില്ലാ ശാസ്ത്ര കൗൺസിലും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ആലപ്പുഴയിൽ വിദ്യാർത്ഥികൾക്കായി വാർത്താ വായന മത്സരം സംഘടിപ്പിച്ചു. നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ചർച്ചാ വിഷയമാണ്. സ്കോട്ട്ലൻഡ് ബ്രിട്ടനിൽ തന്നെ തുടരണമെന്ന് ജനഹിതം. സ്വാതന്ത്ര്യവാദത്തെ എതിർത്ത് 55%. മാൻഡലിൻ വാദകൻ യു ശ്രീനിവാസ് അന്തരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു അന്ത്യം. രാജ്യത്ത് അതിർത്തി തർക്കം രൂക്ഷമാകുന്നു. ഇപ്പോഴത്തെ നടപടികൾ തന്നെ തുടരാൻ ഇന്ത്യ ചൈന തീരുമാനം. ആലപ്പുഴ റവന്യൂ ജില്ലയിലെ 11 സബ് ജില്ലകളിൽ നിന്നായി 22 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈറ ബാനു വാർത്താ വായന മത്സരത്തിൽ 1ാം സ്ഥാനവും ചേർത്തല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോന ബെന്നി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം. ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴയിലെ മുഹമ്മദൻ സ്കൂളിൽ സംഘടിപ്പിച്ച സമ്മേളനം സ്കൂൾ മാനേജർ MM നസീർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ജിമ്മി കെ ജോസ് അധ്യക്ഷനായി. AC കനാലിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് ഇരുവശവും മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കക്കൂസ് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് തള്ളുന്നത്. മാലിന്യം തള്ളുന്നവരുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് കുട്ടനാട്. ചങ്ങനാശ്ശേരി, ചന്ത, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുമാണ് പ്രധാനമായും മാലിന്യം എത്തുന്നത്. പള്ളാത്തുരുത്തി പാലത്തിന് സമീപം കക്കൂസ് മാലിന്യം തള്ളിയതിന്റെ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് ചിതറിക്കിടക്കുകയാണ്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ ഫ്ളാറ്റുകളിൽ നിന്നുമാണ് കക്കൂസ് മാലിന്യം കൊണ്ടുവരുന്നത്. കുട്ടനാട്ടിലെ ഇടറോഡുകൾക്ക് സമീപമുള്ള പാടശേഖരങ്ങളിൽ കക്കൂസ് മാലിന്യം യഥേഷ്ടം നിക്ഷേപിക്കുന്നത് നടക്കുന്നതായാണ് റിപ്പോർട്ട്. AC റോഡിലെ പല ഭാഗങ്ങളിലും അറവു മാലിന്യങ്ങൾ റോഡിൽ തന്നെ തള്ളിപ്പോവുകയാണ് ഇത്തരക്കാരുടെ പതിവ്. പോലീസ് പട്രോളിംഗ് ശക്തമാക്കാത്തതാണ് ഇവരുടെ പ്രവൃത്തികൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് ഇരുവശവുമുള്ള പാടശേഖരങ്ങളിൽ സ്ഥിരമായി അറവു മാലിന്യം തള്ളുകയാണ്. ഈ മാലിന്യം കുമിഞ്ഞുകൂടിയ പാടശേഖരങ്ങളിൽ കൃഷി ചെയ്യാൻ മടിക്കുകയാണ് കർഷകർ. കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞതിനെ തുടർന്നാണ് കുട്ടനാട്ടിലേക്ക് മാലിന്യവുമായി വാഹനങ്ങൾ എത്തുവാൻ തുടങ്ങിയത്. പുളിങ്കുന്ന് ജ്യോതിർമയ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 87ാമത് മഹാസമാധി ആചരിച്ചു. മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും നാമജപവും നടന്നു. ചരമവാർത്തകൾ. മാമ്പഴക്കരി പനച്ചിപ്പറമ്പിൽ ലീലമ്മ വാസുദേവൻ 74 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി.
കുറിച്ചി കോമടത്ത് വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയമ്മ ടീച്ചർ 90 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. രാപ്പകൽ ഭേദമില്ലാതെ പാക്കേജിനായി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കുട്ടനാട് പാക്കേജ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. അയൽക്കൂട്ട കോർഡിനേറ്റർ അഴിമതിക്കാരനെന്ന് CDS ചെയർപേഴ്സൺമാർ. ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരത്തിന് പിന്തുണയുമായി അഡ്വക്കേറ്റ് CS സുജാത. മദ്യനയത്തിലും വിവേചനം. മദ്യനയത്തിൽ സവർണ അവർണ മനോഭാവമാണ് സർക്കാരിനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ. വിശുദ്ധമായ തെണ്ടൽ. കരൾ വൃക്കരോഗികൾക്കായി പണം സമാഹരിക്കുന്നത് വിശുദ്ധ തെണ്ടലാണെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.